ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും അഗ്രി സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ തൊട്ട് ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ എത്തുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ കൊച്ചിയിലുള്ള സാധാ മെട്രോ പോലെ ഇതുവരെയും കയറിയിട്ടില്ല, അല്ലേ ചേട്ടൻ? ഇതുവരെയും കയറിയിട്ടില്ല. അതിൽ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതിന് പകരം നമ്മളിന്ന് ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് ആദ്യം വാട്ടർ മെട്രോയിൽ കയറാൻ പോകാൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കിയായിരുന്നു. ഒരാൾക്ക് 40 രൂപയാണ്. ഇവിടെ നിന്ന് ഹൈക്കോർട്ടിന് അവിടെ വരെ പോകുന്ന ഒരു സർവീസ് മാത്രമേ ഇവിടെ നിന്നുള്ളൂ. അരമണിക്കൂറാണ്. ഒരാൾക്ക് ഇവിടെ 40 രൂപയാണ്. തിരിച്ച് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുക്കുക. അതായത് നമ്മൾ ബസ്സിൽ കയറി ഒരിടത്ത് പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് റിട്ടേൺ എടുത്ത് തിരിച്ച് വരുന്ന പോലെയാണ്. പിന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനാനുണ്ട്. ചീന വല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും ആദ്യം ഈ വാട്ടർ മെട്രോ അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറി ടിക്കറ്റ് എടുത്ത് പോവാം. ഓക്കെ. ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോയുടെ ഒരു ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്താണ് ടിക്കറ്റ് കൗണ്ടറെല്ലാം വരുന്നത്. ടിക്കറ്റ് കൗണ്ടർ എടുത്തിട്ട് അതിനകത്തൂടെ തന്നെയാണ് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കുള്ള വാട്ടർ മെട്രോയിൽ കയറാനുള്ള ഒരു വഴിയുള്ളത്. ഇവിടെ കുറേ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയും സർവീസ് ഇവിടെ നിന്ന് അവൈലബിൾ ആയിരുന്നു ആദ്യം തുടക്കകാലത്ത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ പോകാനുള്ള ഒരു സർവീസ് മാത്രമേ ഉള്ളതെന്നാണ് നമ്മൾ തിരക്കിയപ്പോൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ പുറത്ത് ഒരു ആക്സിസ് ബാങ്കിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ATM കാർഡിൻ്റെ ഷേപ്പിലാണ് ആ ടിക്കറ്റ് ഉള്ളത്. അതുപോലെ ഈ ടിക്കറ്റ് ഈ കാണുന്ന മെഷീനിൽ വയ്ക്കുമ്പോഴത്തേന് നമുക്ക് അകത്തേക്ക് കയറാനുള്ള ആ ഡോർ, ആ ഒരു കമ്പി പോലത്തെ സാധനം അത് ഓപ്പൺ ആകും. അതുവഴിയാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ടത്. ടിക്കറ്റ് എടുത്തിട്ട് ഇതേപോലെ വെയിറ്റിംഗ് ലോഞ്ചിൽ നമ്മൾ ക്യൂ ആയിട്ട് നിന്ന് വേണം നമ്മൾ ആ വാട്ടർ മെട്രോയുടെ ആ ബോട്ടിനകത്തേക്ക് കയറേണ്ടത്. ഞാനും വിജയശേഷനും കൂടെ ഫോർട്ട് കൊച്ചി ഒന്ന് കറങ്ങി കാണാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോഴത്തേന് എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ടാണ് ഈ വാട്ടർ മെട്രോയിൽ കയറുന്നത്. നമ്മുടെ ഇവിടുത്തെ സാധാ മെട്രോയിൽ പോലും നമ്മൾ ഇതുവരെയും കയറിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് വാട്ടർ മെട്രോയിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക്. നമ്മുടെ രണ്ടുപേരെയും പോലെ തന്നെ ഒരുപാട് പേര് ആദ്യമായിട്ട് കയറുന്നവരുണ്ടാവും ഇതിനകത്ത്. അതുപോലെ ഒരുപാട് സഞ്ചാരികളുണ്ട്, വിദേശികളുണ്ട്. പിന്നെ ഡെയിലി പോയിട്ട് വരുന്നവരും ഒരുപാട് പേരുണ്ട്. അതായത് എന്തെങ്കിലും ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ എന്തെങ്കിലും വാട്ടർ മെട്രോ ഉപയോഗിച്ച് ഇവിടെ നിന്നും നമ്മൾ ഈ ഹൈക്കോടതി ജെറ്റിലേക്ക് പോയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ ഓരോ തവണയും വാട്ടർ മെട്രോയിൽ കയറുന്നതിന് ഒരു നിശ്ചിത കൗണ്ട് ആൾക്കാരെ മാത്രമേ അവർ കടത്തി വിടുള്ളൂ. അതായത് നമ്മൾ ടിക്കറ്റ് എടുത്ത് വെയിറ്റിംഗ് ലോഞ്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നടന്നകത്തേക്ക് കയറുമ്പോഴത്തേന് അവരുടെ ആൾക്കാർ നിൽപ്പുണ്ട്, സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. അവർ ആൾക്കാരെ കൗണ്ട് ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത്. എത്ര കൗണ്ടാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. നമ്മളെല്ലാം കൗണ്ട് ചെയ്തിട്ടാണ് വിട്ടത്. ഭാഗ്യത്തിന് എന്തായാലും നമ്മൾ കയറിയതാ ഇത്രയും ആൾക്കാരുണ്ട്. ഇതിൽ കൂടുതൽ ആൾക്കാർ തന്നെ അതിനകത്ത് കയറ്റില്ല. ബാക്കിയുള്ളവരവിടെ വെയിറ്റിംഗ് ആണ് ആ വെയിറ്റിംഗ് ലോഞ്ചിൽ. എന്തായാലും ഞാനും വിജയശേഷനും കയറി ഏകദേശം ലാസ്റ്റാണ് നമ്മൾ കയറിയത്. അതുകൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. സീറ്റെല്ലാം ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ചെയ്തത്. 2016 വാട്ടർ മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് കഴിഞ്ഞിട്ട് 2021 ഫെബ്രുവരിയിൽ ആദ്യ പാതയായ നമ്മുടെ വൈറ്റ് ലേക്ക് ഇൻഫോ പാർക്കിനും ഇടയ്ക്കുള്ള ഒരു സർവീസ് ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് 2023 ഏപ്രിൽ 25 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതുമായ ഒരു വാട്ടർ മെട്രോ ആണ് നമ്മുടെ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലുള്ള വാട്ടർ മെട്രോ. ഇത്രയും വലിയൊരു വാട്ടർ മെട്രോയുടെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് 1137 കോടി രൂപയോളമാണ് ഒരു ഏകദേശ കണക്കെന്ന് പറയുന്നത്. ഈ വാട്ടർ മെട്രോയിൽ ഉപയോഗിക്കുന്ന ഈ ബോട്ടുകൾ, അതായത് ഇത് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രിക്കലി ചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള ആ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
സ്റ്റേഷനിലേക്ക് അടുക്കാറായപ്പോൾ നമ്മൾ കണ്ട കുറച്ച് VIP ലുക്കുള്ള ഒരു ഡബിൾ 2 നിലയുള്ള ഒരു ബോട്ട് കിടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പം നമ്മളുള്ളത് ഹൈക്കോർട്ട് ജംഗ്ഷനിലെ വാട്ടർ മെട്രോയുടെ ആ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. നല്ല ഉഗ്രം വെയിലടിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നല്ല ആ കായലിൽ നിന്നുള്ള നല്ല കാറ്റും വീശുന്നുണ്ട്. ഈ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് ഒരുപാട് മുന്നിലേക്ക് നടക്കാനുള്ള ഒരുപാട് നടപ്പാതകളുണ്ട്. അതുവഴി നടന്ന് അങ്ങോട്ടേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ മറൈൻ ഡ്രൈവും കാര്യങ്ങളെല്ലാം ഈ ഭാഗത്തേക്കാണുള്ളത്. ഇപ്പോൾ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നുമല്ല ഈ നടപ്പാതയിലോട്ടില്ല. എനിക്ക് തോന്നുന്നു രാവിലെയും വൈകുന്നേരം ആയിരിക്കും ഈ മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും ഒക്കെ വരുന്നവരുടെ തിരക്കും. അതുപോലെ ഇവിടെ അടുത്തുള്ള ആൾക്കാർ കാറ്റ് കൊള്ളാൻ വരുന്ന ആ സമയമൊക്കെ അപ്പോഴായിരിക്കും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ അധികം ആൾക്കാരില്ല. മറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാറ്റായിരിക്കും അതിനകത്തോട്ടൊക്കെ കിട്ടുക. അതായത് ഇപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ ഈ സൈഡ് ഫുള്ളി ഓപ്പൺ ആണ്. അതായത് കായലിൻ്റെ സൈഡിലൊക്കെയാണ് ഓപ്പണിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കും. ഇവിടെ നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ആ വെയിലിൻ്റെ കാഠിന്യമൊന്നും അറിയാൻ പറ്റില്ല, അത്രയ്ക്കും കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളീ നടന്നു പോകുന്ന പാതയുടെ ഭാഗത്തായിട്ട് തന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. വലിയ മരങ്ങളാണുള്ളത്. അപ്പോൾ ചില ഭാഗത്തൊക്കെ അത്യാവശ്യം തണലും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറേ ദൂരം നമ്മൾ അതുവഴി നടന്നതിന് ശേഷം ഞാനും വിജയശേഷനും കൂടെ തിരിച്ച് നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേന് അടുത്ത് തിരിച്ചു പോകാനായിട്ട് റിട്ടേൺ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒടുക്കത്തെ ക്യൂ ആണ്. നമ്മൾ ക്യൂവിൽ കുറേ നേരം നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ഭാഗ്യം പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേനും നമുക്ക് സീറ്റ് കിട്ടിയില്ല. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും സീറ്റ് കിട്ടിയില്ല, ഫുള്ളാണ്. പക്ഷേ നമുക്ക് ഡ്രൈവർ ക്യാബിൻ്റെ അടുത്തേക്കാണ് നമുക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയത്. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് സിസ്റ്റം അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. കണ്ടിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ആ ഡ്രൈവർ ക്യാബിന് അതിനകത്ത് പുള്ളി എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു മരമൊക്കെ കൂടി നിൽക്കുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബോൾഗാട്ടി പാലസാണ്. നമ്മൾ ഒരുപാട് മലയാള സിനിമകൾ ഈ ബോൾഗാട്ടി പാലസിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളി നക്ഷത്രം,
മൈ ബോസ്, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നമ്മൾ ഇറങ്ങാനായിട്ട് ടൈമില്ല. അതുപോലെ ഇവിടെ ഇപ്പോൾ ഇവിടത്തേക്ക് പോകാനായിട്ട് സെപ്പറേറ്റ് വേറെ വാട്ടർ മെട്രോയിലാണ് കയറി പോകേണ്ടത്. വേറെ സർവീസിനായിട്ട് ടിക്കറ്റ് എടുത്താൽ മാത്രമേ അവിടെ പോകുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയില്ല. തിരിച്ച് നമ്മൾ നേരത്തെ വന്ന അതേ റൂട്ടിലുള്ള വാട്ടർ മെട്രോയിൽ തന്നെ തിരിച്ച് കയറി പോവുകയാണ്. എനിക്ക് തോന്നുന്നു തിരിച്ചു വരുന്നത് വേറെ റൂട്ട് വഴിയാണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഈ ഭാഗങ്ങളൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു വേറെ റൂട്ടാണെന്ന് തോന്നുന്നു. ഈ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ റൂട്ട് അറിയുന്നത് അല്ലേ? എന്തായാലും ഫോർട്ട് കൊച്ചിയുടെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ.